ബി.ജെ.പിക്ക് പല സംസ്ഥാനങ്ങളിലും വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അങ്ങനെ തിരിച്ചടി നേരിട്ട ഒരു സംസ്ഥാനമാണ് ഹരിയാന. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 10 നേടിയ ബി.ജെ.പിക്ക് ഇത്തവണ അവിടെ 5 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. 5 സീറ്റ് കോൺഗ്രസ് കൊണ്ടുപോയി. ഇതിൽ നിന്നും പാഠം പഠിച്ച ബി.ജെ.പി ഇപ്പോൾ പണിയെടുത്ത് മുൻപോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നയാബ് സൈനി, അവരുടെ മുഖ്യമന്ത്രിയാണ്, ഹരിയാനയുടെ മുഖ്യമന്ത്രിയാണ്. നയാബ് സൈനിയുടെ നേതൃത്വത്തിൽ MLA-മാരും മന്ത്രിമാരുമൊക്കെ ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ പരാതികൾ ഓൺ ദ സ്പോട്ട് പരിഹരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. സാമൂഹ്യ ക്ഷേമ പെൻഷൻ, റേഷൻ കാർഡ്, അങ്ങനെ ഏത് പരാതിയും ഓൺ ദ സ്പോട്ട്, അല്ലാതെ ആ ഒരു തത്സമയം ആ സ്ഥലത്ത് തന്നെ പരാതിപ്പെടുന്ന ആ സമയത്ത് ആ സ്ഥലത്ത് തന്നെ അതിന് പരിഹാരം കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു രീതിയാണ്. ഒരുപക്ഷെ ഈ രീതി ഒരു തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പെങ്കിലും തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ 1-2 സീറ്റ് അധികം കിട്ടുമായിരിക്കാം. ഏതായാലും ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ബി.ജെ.പി ഹരിയാനയിൽ തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങുക മാത്രമല്ല, ജനങ്ങളുടെ ആവലാതികൾക്കും മറ്റും ഉടനടി പരിഹാരം എന്നുള്ള ഒരു പുതിയ മാതൃകയാണ് ഹരിയാനയിൽ. ഇത് ഇനി ചിലപ്പോൾ ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ വന്നേക്കാം. അവർ പരാതിപ്പെടുന്ന സ്ഥലത്ത് തന്നെ അതിന് പരിഹാരം. ഇത് നമ്മൾ പല രീതിയിൽ നമ്മുടെ കേരളത്തിലുമൊക്കെ കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും ഒപ്പം തന്നെ നമ്മുടെ ഈ നവകേരള സദസ്സുമൊക്കെ ആയി പിണറായിയൊക്കെ നടത്തി. പക്ഷേ അത് പരിഹാരം കണ്ടോ എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ജനം പറയും പരിഹാരം കണ്ടോ ഇല്ല എന്നുള്ളത്. പക്ഷേ ഇതിപ്പോൾ പരിഹാരം കാണുന്നു എന്നാണ്. ഇത് ഭംഗിയായി തന്നെ നടപ്പാക്കിയ ഒരു സംസ്ഥാനം ശ്രീ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശാണ്. അവിടെയും നമ്മളിത് കാണാറുള്ളതാണ്. പരാതിക്കാരിരിക്കുന്ന ഇടത്തേക്ക് മുഖ്യമന്ത്രി നടന്നു ചെല്ലുന്നു, പരാതി വാങ്ങുന്നു, അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്മുടെ അറിവിൽ അവിടെ മാത്രമാണ് അത് വളരെ കൃത്യമായി മുൻപോട്ട് പോകുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഏതായാലും ഹരിയാനയിൽ ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങി. ഏതായാലും അത് തുടങ്ങാനായി ഒരു പണി കിട്ടേണ്ടി വന്നു എന്ന് മാത്രം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.